أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫുർഖാൻ അഥവാ സത്യാസത്യ വിവേചനം, ഈ സൂറത്തിൻ്റെ 45 മുതൽ 49 കൂടി 5 ആയത്തുകളാണ് ഓതി വച്ചിട്ടുള്ളത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദൽ-ളില്ല വലൗ ശാഅ ലജഅലഹു സാകിനൻ സുമ്മ ജഅൽന അശ്-ശംസ അലൈഹി ദലീലാ. അലം തറ, താങ്കൾ കാണുന്നില്ലേ? കൈഫ മദ്ദൽ-ളില്ല, എങ്ങനെയാണ് അള്ളാഹു നിഴലിനെ നീട്ടിയിരിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹു നിഴലിനെ നീട്ടിയിരിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ, എന്ന് താങ്കൾ കാണുന്നില്ലേ? വലൗ ഷാ, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅലഹു സാക്കിനൻ, അതിനെ നിശ്ചലമാക്കാൻ സാധിക്കുമായിരുന്നു. ആ നിഴലിനെ നിശ്ചലമാക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല, പിന്നീട് സൂര്യനെ നാം അതിന് തെളിവാക്കുകയും ചെയ്തു. സുമ്മ ഖബൽന ഇലൈന, പിന്നീട് നാം അതിനെ അടുപ്പിച്ച് നിർത്തി, അല്ലെങ്കിൽ പിടിച്ചെടുത്തു. ഖബലൻ യസീറ, വളരെ എളുപ്പമുള്ള പിടുത്തം, അതല്ലെങ്കിൽ അല്പാൽപമായുള്ള പിടുത്തം. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ, അവനാണ് നിങ്ങൾക്ക് രാത്രിയെ വസ്ത്രമാക്കി തന്നത്. അള്ളാഹുവാണ്. വന്നൗമ, ഉറക്കിനെ സുബാത്തൻ, വിശ്രമമാക്കി തന്നതും അള്ളാഹുവാണ്. ഉറക്കത്തെ വിശ്രമമാക്കി തന്നതും അള്ളാഹുവാണ്. വജഅലൻ നഹാറ നുശൂറ, പകലിനെ അവൻ ഉണർവിൻ്റെ സന്ദർഭവുമാക്കി തന്നു. തരികയും ചെയ്തു. വഹുവല്ലദീ അർസല റിയാഹ, കാറ്റിനെ അയച്ചവനാണവൻ. ബുശ്റൻ, സന്തോഷവാർത്ത ആയും കൊണ്ട്. ബൈന യദൈ റഹ്മതിഹി, അവൻ്റെ റഹ്മത്ത് വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള, അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരാനിരിക്കുന്നു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സന്തോഷവാർത്തയായിട്ട് കാറ്റിനെ അയച്ചവനാണവൻ. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറ, നാം നിങ്ങൾക്ക് വെള്ളം നൽകി, ശുദ്ധമായ വെള്ളം ആകാശത്തു നിന്ന്, അഥവാ ആകാശത്ത് നാം നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നിരിക്കുന്നു. ലിനുഹിയ ബിഹി, അതുകൊണ്ട് സജീവമാക്കാൻ വേണ്ടി, ബൽദത്തൻ മൈത്തൻ, നിർജീവമായ അവസ്ഥയിലുള്ള സ്ഥലത്തെ, നിർജീവമായ അവസ്ഥയിലുള്ള നാടിനെ നാം അത് മുഖേന സജീവമാക്കി തന്നു. വനുസ്ഖയഹു മിമ്മ ഖലഖന അൻആമൻ, നാം സൃഷ്ടിച്ചിട്ടുള്ള കാലികൾക്കൊക്കെ
കുടിക്കാൻ വേണ്ടിയാണത്. വനാസിയ കസീറ, ധാരാളം ജനങ്ങൾക്കും നാം സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യർക്കും കുടിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈ മഴ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ സ്രഷ്ടാവിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്നതിൻ്റെ, മറ്റാർക്കും ചെയ്യാനാവാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത് എന്നതിൻ്റെ ചെറിയൊരു സൂചനയാണ് ഈ ഭാഗത്ത് അല്ലാഹു നൽകുന്നത്. ആദ്യമായി അലം തറ ഇലാ റബ്ബിക കൈഫ മദല്ലില്ല. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഴലിനെ നിങ്ങൾക്ക് നീട്ടി തന്നിരിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേന്ന്. അതുപോലെ തന്നെ വലൗ ശാഅ ലജഅലഹു സാക്കിനൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നാം നിശ്ചലമാക്കുമായിരുന്നു. വീണ്ടും പറയുന്നു സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല, പിന്നീട് സൂര്യനെ നാം അതിനെ തെളിവാക്കുകയും ചെയ്യുന്നു. നിഴൽ എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥയല്ല, വെളിച്ചം മറ്റൊന്നിൽ തട്ടിയിട്ടുണ്ടാകുന്നതാണ് നിഴൽ. നിഴലുണ്ടാകണമെങ്കിൽ അതിന് പിന്നിൽ തീർച്ചയായും ഒരു ജ്വലിക്കുന്ന ശക്തി നിലനിന്നേ പറ്റൂ. ഇവിടെ എല്ലാ കാര്യവും നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നില്ല എന്നതുകൊണ്ട് ഇല്ല എന്നല്ല, മറിച്ച് നമ്മൾ കാണാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നതാണ് ഇതിൻ്റെ സൂചന. ഈ നിഴലിനെ നീട്ടി, അഥവാ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നിഴൽ ഒരുപാട് നീളമുണ്ടാവും. അങ്ങനെ ആ നിഴലെങ്ങാനും നിന്നു പോയാൽ, അഥവാ സൂര്യൻ അനങ്ങാതെയായി പോയാൽ പിന്നീട് നിശ്ചലാവസ്ഥയായിരിക്കും, മുഴുവൻ നിന്നു പോകും. അതുകൊണ്ട് നിശ്ചലമാകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ് അവിടെ ഉണ്ടാകുക. സുമ്മ കബദ്നായിലേന കബദൻ യസീറ, പിന്നെ നാം നമ്മുടെ അടുത്തേക്ക് കുറേശ്ശെയായിട്ട് കുറച്ചായിട്ട് നാം നമ്മുടെ അടുത്തേക്ക് അതിനെ പിടിച്ചെടുക്കുന്നു, അഥവാ അതിനെ കുറച്ച് കൊണ്ടിരുന്നു. സൂര്യൻ ഉയർന്നു വരുന്നിട്ട് നേരെ മുകളിലാണ് സമയത്ത് നേര് പറ്റ ചെറുതാകുന്നു. വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്ക് സൂര്യൻ പോകുമ്പോൾ നേരെ എതിര് ഭാഗത്തേക്ക് ആ നേര് നീണ്ടു വരുന്നു. അതിനൊക്കെ അർത്ഥം ഈ സൂര്യൻ, അതാണ് നേരത്തെ പറഞ്ഞത് സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല, ശംസിനെ, സൂര്യനെ നാം അതിനെ തെളിവാക്കി കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നു, അതുകൊണ്ടാണ് നേലുണ്ടാകുന്നത്. നേലുണ്ടാകുമ്പോൾ അതിനർത്ഥം അത് ഒന്നുമില്ലാത്ത അവസ്ഥ എന്നല്ല, മറിച്ച് അതിൻ്റെ അപ്പുറത്ത് സൂര്യനുണ്ട്, അല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന ഒരു വെളിച്ചമുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. പിന്നീട് രാത്രിയെ സംബന്ധിച്ച് വഹുവല്ലദി ജഅലകും ലൈല ലിബാസൻ, രാത്രിയെ ഒരു വസ്ത്രമാക്കി തന്നു, അഥവാ അടങ്ങിയ ഒരവസ്ഥ നമുക്ക് രാത്രി കൊണ്ട് കിട്ടുന്നു. അതിൻ്റെ കൂടെ തന്നെ മന്നൗമ സുബാത്തൻ, ഉറക്കിനെ നാം ഒരു വിശ്രമ സ്ഥലവുമാക്കി തന്നിരിക്കുന്നു. ഇപ്പം രാത്രി ഉറങ്ങാൻ പറ്റുന്ന, വിശ്രമിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രത്തോട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് മൂടിക്കൊണ്ട് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥ. ആ രാത്രി സമയത്ത് വലിയ വെളിച്ചങ്ങളില്ല, വലിയ ഒച്ചപ്പാടുകളും ബഹളങ്ങളുമില്ല, ആ സുഖമായി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന, ശാന്തസുന്ദരമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു സന്ദർഭമായി അള്ളാഹു രാത്രിയെ മാറ്റി. പകലാണെങ്കിലോ വജഅലൻ നഹാറ നുശൂറ, പകൽ സജീവമാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഉണർവിൻ്റെ സന്ദർഭമായിട്ട്, ഉണർന്നെണീക്കാൻ പറ്റുന്ന സന്ദർഭമായിട്ട്, ഏതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായിട്ട് പകലിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ പകലിനെ അള്ളാഹു പണിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലും അധ്വാനിക്കാൻ പറ്റുന്ന രൂപത്തിലും, അതേസമയം രാത്രിയെ വിശ്രമിക്കാനും കിടന്നുറങ്ങാനും പറ്റുന്ന അവസ്ഥയിലും അള്ളാഹു ഉണ്ടാക്കി. ഇതിന് ഏതെങ്കിലും മറ്റ് ചില സൂറത്തുകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. രാത്രിയെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ, പകലിനെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. നമുക്ക് സഹിക്കാൻ കഴിയില്ല. വെറും രാത്രി മാത്രമാണെന്ന് വെച്ചാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പകൽ മാത്രമാണെന്ന് വെച്ചാൽ വിശ്രമമില്ലാത്ത ഒരവസ്ഥയിൽ വല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും സാധ്യമാവാതെ വരുമെന്നർത്ഥം. പിന്നെ കാറ്റിനെയും മഴയെയുമാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. വഹുവല്ലദി അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം അഥവാ മഴ വരുന്നുണ്ട് എന്നതിന് മുന്നോടിയായിട്ട് കാറ്റിനെ അള്ളാഹു പറഞ്ഞേക്കുന്നു. നല്ല തണുത്ത കാറ്റ് വന്നാൽ നമുക്കറിയാം ഉടൻ തന്നെ മഴ പെയ്യാനുണ്ട് എന്നുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് നല്ല കാറ്റ് വരുമ്പോൾ
നമുക്കുടനെ മനസ്സിലാക്കും. അതിൽ തൊട്ട് പിന്നാലെ മഴയുണ്ട്, മഴ പെയ്യാനായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ കാറ്റിനെയും മഴയെയുമാണ് അള്ളാഹു ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി. അവൻ്റെ കാരുണ്യം വരുന്നതിന് മുമ്പ്, കാരുണ്യത്തിന് തൊട്ട് മുമ്പായി സന്തോഷസൂചകമായിട്ട് കാറ്റുകളെ അയച്ചത് അള്ളാഹുവാണ്. വഅൻസൽനാ മിനസ്സമായി മാഅൻ തഹൂറ. മാത്രമല്ല അള്ളാഹു ആകാശത്ത് നിന്ന് ശുദ്ധമായ വെള്ളത്തെ അള്ളാഹു ഇറക്കുന്നു. മഴവെള്ളത്തോളം ശുദ്ധമായ സംഗതി വേറെ ഇല്ല. അത്രയും ശുദ്ധമായ വെള്ളമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്ത് നിന്ന് വർഷിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശക്തി ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും ഈ സംഗതി എന്ന് ആലോചിച്ച് നോക്കണം. ഒരാൾ കാർമേഘത്തെ പിന്തുടർന്ന് അത് തണുപ്പിച്ച് മഴയാക്കി തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എത്ര കോടി രൂപയുടെ ചിലവുണ്ടാകും ഒരല്പം വിസ്താരമുള്ള ഒരു സ്ഥലത്തേക്ക് മഴ പെയ്യിപ്പിക്കുവാനെന്ന് ഇന്നത്തെ ശാസ്ത്ര ലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത്രയും കോടികൾ ചിലവഴിച്ചാലേ നമുക്ക് അത്രയും മഴ കിട്ടുള്ളൂ. നേരെ മറിച്ച് അള്ളാഹു നമുക്ക് കാലകാലങ്ങളിൽ ആവശ്യത്തിനനുസരിച്ച് മഴ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ നമുക്ക് നേർക്കുനേരെ ദർശിക്കാൻ സാധിക്കും. ആ മഴ ലിനുഹിയ ബിഹി ബൽദത്തൻ മൈത്തൻ, മരിച്ചു കിടക്കുന്ന നാടിനെ ആ മഴ കൊണ്ട് നാം ജീവിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മഴ കൊണ്ട് ജീവജാലങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരും. അതുവരെ നമ്മൾ ജീവൻ്റെ ഒരു അംശം കാണാത്ത സ്ഥലത്ത് പോലും ചെറിയ ചെറിയ ചെടികൾ വളർന്ന് പൊന്തിപ്പോരുന്നത് നമുക്ക് ആ മഴയ്ക്ക് ശേഷം കാണാൻ സാധിക്കും. വനുസ്ഖിയഹു മിമ്മാ ഖലഖനാ അൻആമൻ വഅനാസിയ കസീറ. അത് നാം ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കാലികളും അതുപോലെ തന്നെ നാം സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർക്കും കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ഇത് തന്നെയാണ്. ആ മഴവെള്ളം അങ്ങനെ തന്നെ കുടിക്കുന്നില്ല എന്ന് വെച്ചാൽ അത് കിണറിലാക്കിയിട്ടോ അല്ലെങ്കിൽ ജലാശയത്തിൽ അത് സൂക്ഷിച്ച് വെച്ചുകൊണ്ടോ എങ്ങനെയാവട്ടെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള മഴ പെയ്തില്ല എന്ന് വെച്ചാൽ കിണറിൽ വെള്ളം ഉണ്ടാവില്ല, കുളത്തിൽ വെള്ളം ഉണ്ടാവില്ല, അരുവികളിൽ വെള്ളം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ജലാശയങ്ങളിൽ വെള്ളം ഉണ്ടാവില്ല. ആ വെള്ളം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി നൽകുന്നത് അള്ളാഹുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് റബ്ബ് സുബ്ഹാനഹു വതആല. നാഥനെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെ എല്ലാ സന്ദർഭത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വന്നു പോകുന്ന ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.